ഒരു കാലത്ത് ക്രിക്കറ്റിൻ്റെ മിനി ലോകകപ്പ് എന്നാണ് ചാമ്പ്യൻസ് ട്രോഫി അറിയപ്പെട്ടിരുന്നത്. T20 ക്രിക്കറ്റ് അത്ര പ്രാധാന്യമൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഏകദിന ലോകകപ്പ് കഴിഞ്ഞാൽ ആരാധകർ തങ്ങളുടെ ടീം കപ്പടിക്കണം എന്ന് ആഗ്രഹിച്ചു കണ്ടിരുന്ന ഒരു ICC ഇവന്റ് തന്നെയായിരുന്നു മിനി ലോകകപ്പ് അഥവാ ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ട്രോഫി. ഏതായാലും അടുത്ത മാസം പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ഈ ICC ഇവന്റിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ കളിക്കുമോ എന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതിനു തക്കതായ കാരണങ്ങളുമുണ്ട്. അതിലേക്ക് പോകും മുൻപ് ഇത്തരത്തിലുള്ള കായിക വാർത്തകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ, അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിലുണ്ടാകുന്ന ചെറിയ തെറ്റുകളൊക്കെ ക്ഷമിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സച്ചിൻ തുടങ്ങിയ മഹാരഥന്മാർ ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിച്ച ശേഷം വിരാട് കോഹ്ലിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു ഇന്ത്യൻ ടീമിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ഇന്ത്യയുടെ ജയപരാജയങ്ങൾ സമ്മാനിച്ചിരുന്ന സമയവും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ജസ്പ്രീത് ബുംറയാണ് ടീം ഇന്ത്യക്ക് മൊത്തം വേണ്ടതിൻ്റെ പകുതിയും പോരാട്ട വീര്യം മത്സരങ്ങളിൽ കാഴ്ചവെക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പല കോണിൽ നിന്നും കേൾക്കുന്ന അഭിപ്രായമാണിത്. ബുംറാജി കളിക്കുന്നുണ്ടോ? ഇന്ത്യക്ക് ജയസാധ്യത കൂടുതലാണ്. മാത്രവുമല്ല, ഇന്ത്യക്ക് മുന്നോട്ട് പോകുവാനും കഴിയും. ഇന്ത്യയുടെ ഒരു വലിയ കരുത്തു തന്നെയാണ് ബുംറ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ബോർഡർ ഗവാസ്കർ പരമ്പരയ്ക്കിടെ ഓസ്ട്രേലിയയുടെ ഓപ്പണർ ഉസ്മാൻ ഖവാജയും സ്റ്റാർ ബാറ്റർ സ്റ്റീവ് സ്മിത്തും ഒക്കെ പറഞ്ഞത്, ബുംറ ഗ്രൗണ്ടിൽ ഇല്ലാത്തതാണ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നത്. ഒരിക്കലും ഒരു കളിക്കാരനും ഇഞ്ചുറി ഉണ്ടാകുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ബുംറ ബൗൾ ചെയ്യാനില്ല എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് അത് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് മത്സരങ്ങളിൽ പോലും സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ കളിച്ചേക്കില്ലെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. തൻ്റെ പുറം വേദന ഭേദമാകാതെ തുടർന്നാണ് ബുംറ വിട്ടുനിൽക്കുന്നതെന്നാണ് സൂചന. ബുംറയുടെ പുറത്ത് ഇപ്പോഴും നീർക്കെട്ടുണ്ടെന്നും ഇത് NCAയിലെ വിദഗ്ധർ നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. 15 പ്രാഥമിക പട്ടികയിൽ പോലും ബുംറയുടെ പേര് ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നതിൻ്റെ സാധ്യതകളാണ് സെലക്ടർമാർ ഇപ്പോൾ തേടുന്നത്. ടീം പ്രഖ്യാപനത്തിന് ശേഷം ഫെബ്രുവരി 12 വരെ ഈ പട്ടികയിൽ മാറ്റങ്ങൾ വരുത്താൻ ICC അംഗരാജ്യങ്ങൾക്ക് സമയം കൊടുത്തിട്ടുണ്ട്. ബുംറയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് നിലവിലെ ആലോചന. മാർച്ച് ആദ്യ ആഴ്ചയോടെ ബുംറ ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്ന് കരുതുന്നതായി BCCയിലെ ഒരു ഉന്നതൻ വെളിപ്പെടുത്തുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബുംറയ്ക്ക് നിലവിൽ നീർക്കെട്ട് മാത്രമാണുള്ളതെന്നും അസ്ഥികൾക്ക് പൊട്ടലില്ല എന്നും അതുകൊണ്ട് 3 ആഴ്ച NCAയിൽ നിരീക്ഷണത്തിലായിരിക്കും. അതിനുശേഷം 1-2 മത്സരം കളിച്ച ശേഷം ടീമിലെടുക്കുന്നത് ആലോചിക്കാമെന്നും അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. മാർച്ച് 2 ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ അവസാന ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് മത്സരം. അപ്പോഴത്തേക്ക് ബുംറ ക്ഷമത വീണ്ടെടുക്കുമോ എന്നത് സംശയമാണ്. ഇതിനു മുൻപായി ഫെബ്രുവരി 20 ബംഗ്ലാദേശിനെതിരെയും 23 പാകിസ്ഥാനെതിരെയും ഇന്ത്യക്ക് മത്സരങ്ങളുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനൽ മത്സരങ്ങൾ മാർച്ച് 4-5 തീയതികളിൽ നടക്കും. മാർച്ച് 9 ഫൈനൽ. ചികിത്സയുടെ ഭാഗമായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബുംറ ബംഗളൂരുവിലെ സെന്റർ ഓഫ് എക്സലൻസിൽ റിപ്പോർട്ട് ചെയ്യുമെന്നാണ് വിവരം. ലോക റാങ്കിങ്ങിൽ ആദ്യ 8 സ്ഥാനങ്ങളിലുള്ള ടീമുകൾ മത്സരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ബുംറ ഇല്ലാത്തത് ഇന്ത്യക്ക് വളരെയേറെ ദുഃഖകരമായ വാർത്തയാണ്. ഏതായാലും ഇന്ത്യയുടെ എല്ലാ ലീഗ് മത്സരങ്ങളും ദുബായിലാണ് നടക്കുക. ഇന്നലെ പ്രഖ്യാപിച്ച് ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്ന് ജസ്പ്രീത് ബുംറയെ സെലക്ടർമാർ ഒഴിവാക്കിയിരുന്നു. താരത്തിന് മതിയായ വിശ്രമം ഉറപ്പാക്കുന്നതിനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബുംറയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഇപ്പോഴും സമ്പൂർണ്ണ റിപ്പോർട്ട് സെലക്ടർമാർക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും സ്ഥിതി വളരെ മോശമാണെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം റിസർവ് താരമെന്ന നിലയിലെങ്കിലും ബുംറയെ 15 ടീമിൽ ഉൾപ്പെടുത്താൻ സെലക്ടർമാർ തയ്യാറാകുമോ എന്ന കാര്യത്തിലും അവ്യക്തതയുണ്ട്. എത്രയും പെട്ടെന്ന് ജസ്പ്രീത് ബുംറ തൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഇന്ത്യൻ ടീമിനൊപ്പം ജോയിൻ ചെയ്യണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുതന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും കാത്തിരിക്കുന്നത്.